ഒരു പവന് 1.50 ലക്ഷം ഉറപ്പിച്ചു. വില കുറയില്ല. സ്വർണ്ണ പ്രവചനങ്ങളെല്ലാം തിരുത്തി ബാങ്ക് ഓഫ് അമേരിക്ക. സ്വർണ്ണവില ഓരോ ദിവസവും പുതിയ ഉയരങ്ങൾ തേടുകയാണ്. സ്വർണ്ണത്തിന്റെ കുതിപ്പ് കണ്ട് പല വിപണി നിരീക്ഷകരും തങ്ങളുടെ മുൻ പ്രവചനങ്ങൾ മാറ്റുകയാണ്. പലരും 2026 സ്വർണം ആഗോള വിപണിയിലെ ഔൺസിന് $5000 എത്തുമെന്നായിരുന്നു പ്രവചിച്ചിരുന്നത്. എന്നാൽ ഇവരെല്ലാം ഈ പ്രവചനം തിരുത്തിയിരിക്കുകയാണ്. നിലവിലെ $5500 പുതിയ പ്രവചനം. അതേസമയം ബാങ്ക് ഓഫ് അമേരിക്ക ഒരു പടി കൂടി കടന്ന് ബാങ്ക് ഓഫ് അമേരിക്ക അതിന്റെ സമീപകാല സ്വർണ്ണ ലക്ഷ്യം ഔൺസിന് $6000 ഉയർത്തി. നിലവിലെ ഏതൊരു പ്രധാന സ്ഥാപനത്തിൽ നിന്നും വന്ന മഞ്ഞ ലോഹത്തിന്റെ ഏറ്റവും ആക്രമണാത്മക വില പ്രവചനമാണിത്. ചരിത്രം ഭാവിയിലേക്കുള്ള വഴികാട്ടിയല്ല. പക്ഷേ ശരാശരി സ്വർണം 4 ബുള്ള മാർക്കറ്റുകളെ മറികടന്ന് 43 മാസത്തിനുള്ളിൽ 300% എന്ന നിരക്കിൽ കുതിച്ചുയർന്നു. അതായത് സ്വർണം ഔൺസിന് $6000 എത്തുമെന്ന് അർത്ഥമാക്കുന്നു. ബാങ്ക് ഓഫ് അമേരിക്ക അനലിസ്റ്റ് മൈക്കൽ ഹാർട്ട്നെറ്റ് ക്ലയന്റുകൾക്ക് എഴുതിയ കുറിപ്പിലെഴുതി. ഇത് സ്വർണ്ണവിലയെ വിലയേറിയ ലോഹത്തിന്റെ നിലവിലെ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തേക്കാൾ 20% കൂടുതലാക്കും. ഈ വർഷം നിക്ഷേപക പോർട്ട്ഫോളിയോകളിലെ സ്വർണം ഒരു പ്രധാന ആസ്തിയായി തുടരുമെന്ന് നേരത്തെ ബാങ്ക് ഓഫ് അമേരിക്കയുടെ ലോഹ ഗവേഷണ മേധാവി മൈക്കൽ വിഡ്മർ പറഞ്ഞിരുന്നു. 2026 വിപണി സാഹചര്യങ്ങൾ കൂടുതൽ ശക്തമാകുന്നതും വരുമാനത്തിലെ ശക്തമായ സംവേദനക്ഷമതയും സ്വർണ്ണത്തെ ഒരു പ്രധാന സംരക്ഷണമായും സാധ്യതയുള്ള വരുമാന ചാലകമായും നിലനിർത്തുമെന്ന് ബാങ്ക് ഓഫ് അമേരിക്ക പ്രതീക്ഷിക്കുന്നു. സ്വർണ്ണ മേഖലയിലെ ലഭ്യത കുറയുന്നതും ചെലവ് വർദ്ധിക്കുന്നതും സംബന്ധിച്ച അവരുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബാങ്ക് ഓഫ് അമേരിക്കയുടെ 2026 പ്രവചനം. വടക്കേ അമേരിക്കയിലെ 13 പ്രധാന സ്വർണ്ണ ഖനത്തൊഴിലാളികൾ ഈ വർഷം 19.2 ദശലക്ഷം ഔൺസ് ഉത്പാദിപ്പിക്കുമെന്ന് വിഡ്മർ പ്രതീക്ഷിക്കുന്നു. ഇത് 2025 അപേക്ഷിച്ച് 2% കുറവാണ്. ഉൽപ്പാദനത്തിനായുള്ള മിക്ക വിപണി പ്രവചനങ്ങളും വളരെ ശുഭാപ്തിവിശ്വാസമുള്ളതാണെന്ന് വിഡ്മർ കൂട്ടിച്ചേർത്തു. ഉൽപ്പാദകരുടെ ലാഭക്ഷമതയിൽ ശക്തമായ വർധനവ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. 2026 മൊത്തം EBITDA 41% ഉയർന്ന് ഏകദേശം $65 ബില്യൺ ആകുമെന്ന് പ്രവചിക്കപ്പെടുന്നു. അതേസമയം വെള്ളി, പ്ലാറ്റിനം, പല്ലേഡിയം എന്നിവയ്ക്കും ഉയർന്ന വില പ്രതീക്ഷിക്കുന്നു. ഇത് മൊത്തത്തിൽ വിലയേറിയ ലോഹങ്ങൾക്കായുള്ള ബാങ്കിന്റെ പോസിറ്റീവ് വീക്ഷണത്തെ പ്രതിഫലിപ്പിക്കുന്നു. കൂടുതൽ നേട്ടത്തിനായി ഉയർന്ന റിസ്ക് എടുക്കാൻ തയ്യാറുള്ള നിക്ഷേപകരെ വെള്ളി കൂടുതൽ ആകർഷിക്കുമെന്ന് വിഡ്മർ പറഞ്ഞു. നിലവിലെ സ്വർണം വെള്ളി അനുപാതം ഏകദേശം 59 സൂചിപ്പിക്കുന്നത് വെള്ളിക്ക് ഇപ്പോഴും സ്വർണ്ണത്തെ മറികടക്കാൻ കഴിയുമെന്നാണ്. 2011 ചരിത്രപരമായ ഏറ്റവും കുറഞ്ഞ അനുപാതമായ 32 വെള്ളി വിലയിലെ $135 എന്ന ഉയർന്ന നിലയെ സൂചിപ്പിക്കുന്നതായി അദ്ദേഹം ഉദ്ധരിച്ചു. അതേസമയം 1980 ഈ അനുപാതത്തിലെ ഏറ്റവും താഴ്ന്ന നിലയായ 14 വെള്ളി വില ഔൺസിന് $309 എന്ന് സൂചിപ്പിക്കുന്നു. ബുള്ളിഷ് അന്തരീക്ഷം ഉടൻ അവസാനിക്കുമെന്ന് താന് കാണുന്നില്ല എന്ന് വിഡ്മർ കൂട്ടിച്ചേർത്തു. ആ ലക്ഷ്യത്തിലെത്താൻ നിക്ഷേപ ഡിമാൻഡിൽ 14% വർധനവ് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 2 പാദങ്ങളിലായി നിക്ഷേപ ഡിമാൻഡ് ഏകദേശം ആ നിലയിലായിരുന്നു. അതേസമയം അടുത്ത വർഷം സ്വർണ്ണ വില ഔൺസിന് $8000 നിക്ഷേപ ഡിമാൻഡിൽ 55% വർധനവ് ആവശ്യമാണ്.